ബ്ലാസ്റ്റേഴ്സിനെതിരെ ആദ്യ മത്സരത്തിലെ പരാജയത്തിന് ശേഷം സെർജി ലെബർ എന്ന കോച്ച് തന്റെ സ്ട്രക്ചറിലും ടാക്ടിക്സിലും ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇവന്റെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഹോം മത്സരത്തിൽ നേരിടാൻ ഇറങ്ങിയത്. അത് തന്നെയാണ് ഒഡീഷയ്ക്ക് വിജയം സമ്മാനിച്ചതും. സെർജി ലെബർ ഇവനെതിരെ നടപ്പാക്കിയ ഈ ടാക്ടിക്കൽ ബ്രില്യൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സ്പോർട്സ് സ്റ്റഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലൊബേറോ ഇത്തരത്തിലുള്ള മാറ്റമാണ് ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആദ്യ മത്സരത്തിൽ നിന്നും രണ്ടാമത്തെ മത്സരത്തിലേക്ക് കൊണ്ടുവന്ന് അറിയണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്ത ഒഡീഷയുടെ ആദ്യ മത്സരത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവാൻ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ള ഈ സീസണിലെ ഒഡീഷയും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ആദ്യ മത്സരത്തിലേക്ക് വന്നാൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒഡീഷയുടെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അതേ ഫോർമേഷനായ 4-4-2 ഫോർമേഷനിൽ ഇറങ്ങിയ ഒഡീഷയ്ക്ക് ഡിഫൻസിൽ നിന്നൊരു ബിൽഡപ്പ് സാധിച്ചിരുന്നില്ല. ഇതിൻ്റെ പ്രധാന കാരണം ഒഡീഷ ഡിഫൻസിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുന്ന എല്ലാ പ്ലെയേഴ്സിനെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡുകൾക്ക് കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആദ്യ മത്സരത്തിലെ സെർജി ലെബറയുടെ ഒഡീഷയുടെ ബിൽഡപ്പ് അറ്റാക്കിങ്ങിലേക്ക് വന്നാൽ ബോൾ പൊസിഷനിലുള്ളപ്പോൾ രണ്ട് വൈഡ് മിഡ്ഫീൽഡേഴ്സും മിഡ്ഫീൽഡിലെ ഹാഫ് സ്പേസിലേക്ക് കട്ട് ചെയ്ത് നിന്നുകൊണ്ട് രണ്ട് ഫുൾ ബാക്കുകളെയും രണ്ട് വിങ്ങിലൂടെയും ഓവർലാപ്പ് ചെയ്ത് അറ്റാക്കിംഗ് തേർഡിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു ബിൽഡപ്പ് അറ്റാക്ക് ആയിരുന്നു. ഇങ്ങനെ ഫുൾ ബാക്കുകളെ ഓവർലാപ്പ് ചെയ്ത് നിർത്തുവാനായി സെൻട്രൽ മിഡ്ഫീൽഡറായ അഹമ്മദ് ജാഹു ഡിഫൻസീവ് തേർഡിലെ രണ്ട് സെൻട്രൽ ബാക്കുകളുടെ ഇടയിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നിന്നുകൊണ്ട് വൈഡായിട്ടുള്ള ഒരു 3-man സെൻട്രൽ ബാക്ക് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഡിഫൻസിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന സെൻട്രൽ മിഡ്ഫീൽഡറായ ജാഹു തന്നെയായിരുന്നു ഡിഫൻസിൽ നിന്നുള്ള പ്രധാന പാസുകളെല്ലാം ഫോർവേഡിലേക്ക് എത്തിച്ചിരുന്നത്. അപ്പോൾ ആദ്യ മത്സരത്തിൽ ലൊബേറയുടെ ഈ സ്ട്രെച്ചറിലൂടെയുള്ള രണ്ട് ഫ്ലാങ്കിലൂടെയുള്ള ഒരു ബിൽഡപ്പിനെ ഇവാൻ എത്തരത്തിലാണ് സ്ട്രെച്ചറിൽ മാറ്റം വരുത്തി ഹൈ പ്രസിങ്ങിലൂടെ നേരിട്ടെന്ന് നോക്കിയാൽ ഒഡീഷയുടെ മിഡിൽ തേർഡിൽ നിന്നും ഡ്രോപ്പ് ചെയ്ത് ഡിഫൻസീവ് തേർഡിലെത്തി രണ്ട് സെൻട്രൽ ബാക്കുകളുടെ കൂടെ ഒഡീഷയുടെ ബിൽഡപ്പ് നടത്തുന്ന പ്രധാന പ്ലെയറായ ജാഹുവിനെ ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡേഴ്സിൽ മികച്ച രീതിയിൽ പ്രസിംഗും ഡിഫൻഡിങ്ങും ചെയ്യുന്ന ഡാനിഷിനെ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും മാർക്ക് ചെയ്യുകയും പ്രസ് ചെയ്യുകയുമാണ് ചെയ്തത്. കൂടാതെ ഒഡീഷയുടെ ഡിഫൻസീവ് തേർഡിൽ അഹമ്മദ് ജാഹുവിന്റെ രണ്ട് സൈഡിലും വൈഡായി നിൽക്കുന്ന സെൻട്രൽ ബാക്കുകളെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യുവൽ സ്ട്രൈക്കേഴ്സായ ലൂണയും പെപ്പറയും ഹൈ പ്രസിംഗ് നടത്തുക. ഇവിടെ ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിൽ പ്രസിംഗ് നടത്തുന്ന സമയത്ത് സെൻട്രൽ മിഡ്ഫീൽഡറായ ജാഹു ഡിഫൻസീവ് തേർഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബിൽഡപ്പ് സമയത്ത് സെക്കൻഡ് സെൻട്രൽ മിഡ്ഫീൽഡറായ പ്യൂട്ടി മാത്രമാണ് സെൻട്രൽ മിഡ്ഫീൽഡറായ ഒഡീഷയ്ക്ക് മിഡ്ഫീൽഡിൽ അവൈലബിൾ ആയി ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ സെൻട്രൽ മിഡ്ഫീൽഡറായ പ്യൂട്ടിക്ക് മിഡ്ഫീൽഡിൽ സപ്പോർട്ടായി വൈഡ് മിഡ്ഫീൽഡേഴ്സായ ഇസാക്കും അങ്കിത്തും ഹാഫ് ചാനലിൽ ഉണ്ടെങ്കിലും സെൻട്രൽ മിഡ്ഫീൽഡറായ പ്യൂട്ടിയെ ബ്ലാസ്റ്റേഴ്സിന്റെ വിപിനും ഹാഫ് ചാനലിൽ നിൽക്കുന്ന രണ്ട് വൈഡ് മിഡ്ഫീൽഡേഴ്സിനെ ബ്ലാസ്റ്റേഴ്സിന്റെ വൈഡ് മിഡ്ഫീൽഡേഴ്സായ രാഹുലും സക്കായും മികച്ച രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് നിന്നിരുന്നു. ഇങ്ങനെ ഒഡീഷയുടെ ഡിഫൻസിലും മിഡ്ഫീൽഡിലുമുള്ള എല്ലാ പ്ലേയേഴ്സിനെയും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സ് പൂർണ്ണമായും മാർക്ക് ചെയ്തതോടുകൂടി ലൊബേറയുടെ ഒഡീഷയുടെ ഡിഫൻസിൽ നിന്നുള്ള ഒരു ബിൽഡപ്പ് പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. ഇവിടെ ആ മാച്ചിലേക്ക് വന്നാൽ മിഡ്ഫീൽഡിലെയും ഡിഫൻസിലുമുള്ള എല്ലാ ഒഡീഷ പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന പ്രസിംഗ് കാണാം. ഈ മത്സരത്തിൽ കളിയുടെ 40 മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും ഗോളിയായ അമരേന്ദ്ര സിംഗിൽ നിന്ന് പിറന്ന 26 പാസുകളിൽ 24 ലോങ് ബോളുകളായിരുന്നു. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹൈ പ്രസിംഗിലൂടെ ഒഡീഷയ്ക്ക് തിരിച്ച് ഗോളിയിലേക്ക് പാസ് നൽകേണ്ടി വരികയും ഗോളിയായ അമരേന്ദർ വേറെ പാസിംഗ് ഓപ്ഷനുകൾ കണ്ടെത്താൻ സാധിക്കാതെ ലഭിക്കുന്ന ബോളുകളെല്ലാം ലോങ് കിക്കാക്കി മാറ്റുകയുമാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ ഒഡീഷയുടെ ഡിഫൻസിൽ നിന്നുള്ള ബിൽഡപ്പ് ഓപ്ഷനുകളായ പ്ലേയേഴ്സിനെ ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും മാർക്ക് ചെയ്തതുകൊണ്ടും സെൻട്രൽ മിഡ്ഫീൽഡറായ ജാഹു ഡ്രോപ്പ് ചെയ്ത് 3-man സെൻട്രൽ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടും മിഡ്ഫീൽഡിൽ സിംഗിളായി കളിക്കുന്ന സെൻട്രൽ മിഡ്ഫീൽഡറായ പ്യൂട്ടിക്ക് സപ്പോർട്ടായി സെക്കൻഡ് സ്ട്രൈക്കറായ ഗുഡ്രാഡിനെ പലപ്പോഴും മിഡിൽ തേർഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുവന്ന് പ്യൂട്ടിക്ക് പുറമെ ഒരു പാസിംഗ് ഓപ്ഷനായി പലപ്പോഴും മാറ്റിയിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന ഹൈ പ്രസിങ്ങിനെ മറികടന്ന് അത്ര എളുപ്പത്തിൽ മിഡിൽ തേർഡിലുള്ള ഗുഡ്രാഡിലേക്ക് ബോൾ എത്തിക്കാൻ ഡിഫൻസിലുള്ള പ്ലേയേഴ്സിന് സാധിച്ചിരുന്നില്ല. അഥവാ എത്തിച്ചാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സ് ഹൈ പ്രസിങ്ങിലൂടെ ആ ബോൾ റിക്കവർ ചെയ്ത് പലപ്പോഴായി എടുക്കുന്നുണ്ടായിരുന്നു. ഇനി ആദ്യ മത്സരത്തിൽ കൂടുതലായി ബോൾ പൊസിഷൻ നിലനിർത്തിയ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ ഒഡീഷ ബ്ലാസ്റ്റേഴ്സിന്റെ അതേ ഫോർമേഷനായ 4-4-2 നിന്നുകൊണ്ടുള്ള പ്രസിംഗ് ആയിരുന്നുവെങ്കിലും ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന പോലെ ഒരു ഹൈ പ്രസിംഗ് ഗെയിം ഒഡീഷ കളിയിൽ ഓവറോൾ നടത്തിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഇവന്റെ ടാക്ടിക്സിലെ അറ്റാക്കിംഗ് രീതിയായ രണ്ട് ഫുൾ ബാക്കുള്ള ഓവർലാപ്പ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഡിഫൻസ് ഹൈലൈൻ കീപ്പ് ചെയ്ത് രണ്ട് വിങ്ങിലൂടെ മേച്ച ബിൽഡപ്പിലൂടെ അറ്റാക്കിംഗ് നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് ആദ്യ മത്സരത്തിൽ സാധിച്ചിരുന്നു. ഫസ്റ്റ് ഹാഫിൽ മറുവിഷയുടെ സ്ട്രെങ്ത്തിൽ ഇന്ത്യൻ സെൻട്രൽ ബാക്കുകളായ ഹോർമയും പ്രീതത്തെയും ബീറ്റ് ചെയ്തുകൊണ്ട് ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ഒഡീഷ അന്ന് ഗോൾ നേടിയെങ്കിലും സെക്കൻഡ് ഹാഫിൽ 2 ഗോൾ നേടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നത്. സെക്കൻഡ് ഹാഫിൽ ഓൾമോസ്റ്റ് 60% ബോൾ പൊസിഷനോട് കൂടി 10 ഷോട്ടുകളും 3 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും ബ്ലാസ്റ്റേഴ്സിന്റെ പേരിലുണ്ടായിരുന്നു. ഓവറോൾ ഷോട്ടുകൾ നോക്കുകയാണെങ്കിൽ 18 ഷോട്ടുകളാണ് ഒഡീഷയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ എടുത്തത്. ഒഡീഷയാണെങ്കിൽ വെറും 7 ഷോട്ടുകളും. എന്നാൽ രണ്ടാമത്തെ മത്സരത്തിലേക്ക് വന്നാൽ ആദ്യ മത്സരത്തിലെ സെയിം അപ്രോച്ച് ഇറങ്ങിയ ഇവാന്റെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ലൊബേറ സ്ട്രക്ചറിലും ടാക്ടിക്സിലും വളരെയധികം മാറ്റം വരുത്തിക്കൊണ്ടാണ് ഒഡീഷ ഇറക്കിയിട്ടുള്ളത്. ഒഡീഷ ലീഗിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള രണ്ടാമത്തെ മത്സരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവർ അവസാനമായി തോറ്റൊരു മത്സരം ബ്ലാസ്റ്റേഴ്സായി കളിച്ച ആദ്യ മത്സരം തന്നെയാണ്.
അതായത് ആ മത്സരത്തിലെ പരാജയത്തിന് ശേഷം ലീഗിലെ 8 മാച്ചിന്റെ അൺബീറ്റൻ റൺ നടത്തിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള രണ്ടാമത്തെ മത്സരത്തിലേക്ക് ലൊബേറയുടെ ഒഡീഷ വരുന്നത്. ഇതിനു പുറമെ ഈസ്റ്റ് ബംഗാളിനെതിരെ നേടിയ സൂപ്പർ കപ്പിലെ ഫൈനലിലെ പരാജയം ഒഴിച്ചു നിർത്തിയാൽ സൂപ്പർ കപ്പിലും എവിസി കപ്പിലും നടന്ന എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് സെർജിയോ ലിബറയുടെ ഒഡീഷ ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ വന്നത്. കൂടാതെ ഒപ്പോണന്റ് ടീമിന്റെ ടാക്ടിക്സിനെ ഫോർമേഷനും അനുസരിച്ച് ഫ്ലെക്സിബിളായി ഫോർമേഷൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലൊബേറോ ബ്ലാസ്റ്റേഴ്സിന് മുമ്പ് നടന്ന 9 മത്സരങ്ങളിൽ 8 മത്സരങ്ങളിലും ഒഡീഷയ്ക്ക് കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ച 4-3-3 എന്ന പൊസിഷൻ ഫുട്ബോൾ ഫോർമേഷനിൽ സ്റ്റിക്ക് ചെയ്ത് നിന്ന് കളിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ 4-3-3 ഫോർമേഷനാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ രണ്ടാമത്തെ മത്സരത്തിൽ ലൊബേറോ യൂസ് ചെയ്യുന്നത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആദ്യ മത്സരത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ലൊബേറയുടെ പുതിയ സ്ട്രക്ചറിൽ ഒരു കൗണ്ടർ ടാക്ടിക്സുമായിട്ടാണ് കളി ആരംഭിച്ചത്. അപ്പോൾ ഇത് എത്തരത്തിലാണ് ലൊബേറ നടപ്പാക്കിയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മത്സരത്തിൽ കൂടുതൽ ബോൾ പൊസിഷൻ നിലനിർത്തിയ സെർജിയോ ലൊബേറയുടെ ഒഡീഷയുടെ ബിൽഡപ്പ് അറ്റാക്കിങ്ങിലേക്ക് വന്നാൽ ലൊബേറ ഒഡീഷയുടെ ഏതൊരു മത്സരത്തിലും ഏതൊരു ഫോർമേഷൻ യൂസ് ചെയ്താലും ടാക്ടിക്സിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് സെൻട്രൽ മിഡ്ഫീൽഡറായ ജാഹുവിനെ 2 സെൻറ്റർ ബാക്കുകളുടെ ഇടയിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഡിഫൻസിൽ ഒരു 3-man സെൻറ്റർ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് വൈഡായി കളിച്ചുകൊണ്ട് 2 ഫുൾ ബാക്കുകളെയും 2 വിങ്ങിലൂടെയും ഓവർലാപ്പ് ചെയ്ത് അറ്റാക്കിങ്ങിന് വിടുക എന്നത്. ഈ മത്സരത്തിൽ ഡിഫൻസിൽ നിന്നുള്ള ഒരു ബിൽഡപ്പ് ലൊബേറ ഈ രീതി തന്നെയാണ് ഫോളോ ചെയ്തത്. ഇവാനാണെങ്കിൽ ഇതിനെതിരെ ആദ്യ മത്സരത്തിൽ പോലെ തന്നെ ഇവാന്റെ 4-4-2 ഫോർമേഷനിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ മിഡ്ഫീൽഡറായ ഡാനിഷിനെ കണ്ട് ലൊബേറയുടെ 4-3-3 ഫോർമേഷനിലെ സെൻറ്റർ ബാക്കുകളുടെ ഇടയിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിച്ച അഹമ്മദ് ജാഹുവിനെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഒഡീഷയുടെ 2 സെൻറ്റർ ബാക്കിനെയും ഫോർവേഡുകളായ ദിമിത്രിയും നിഹാലും ഹൈ പ്രസിംഗ് നടത്തും. എന്നാൽ ഇവിടെ ഒഡീഷയായിട്ടുള്ള ആദ്യ മത്സരത്തിൽ പറഞ്ഞ പോലെ ഡിഫൻസിലെയും മിഡ്ഫീൽഡിലെയും എല്ലാ പ്ലേയേഴ്സിനും മാർക്ക് ചെയ്തുകൊണ്ടൊരു പ്രസിംഗ് ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നില്ല. കാരണം ഒഡീഷയ്ക്ക് മിഡ്ഫീൽഡിൽ ഡിഫൻസിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറായ അഹമ്മദ് ജാഹുവിന് പുറമെ 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സായ പ്രിൻസ്റ്റനും പൂട്ടിയും അവൈലബിൾ ആണ്. ഇതുകൊണ്ട് തന്നെ ജാഹുവിനെ മാർക്ക് ചെയ്ത് ഡാനിഷ് അഡ്വാൻസ് ചെയ്ത് പ്രസിങ്ങിന് പോകുന്ന സമയത്ത് മിഡ്ഫീൽഡിൽ ഒഡീഷയുടെ ഈ 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനെയും പ്രസ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ മിഡ്ഫീൽഡറായ അസർ മാത്രമായിരുന്നു അവൈലബിൾ ആയി ഉണ്ടായിരുന്നത്. എങ്കിലും ഇവിടെ ഒഡീഷ ഏത് സൈഡിലാണ് ബിൽഡപ്പ് നടത്തുന്നത് ആ സൈഡിലെ സെൻട്രൽ മിഡ്ഫീൽഡറിനെ മാർക്ക് ചെയ്യുവാനും പ്രസ് ചെയ്യുവാനും അസറിന് സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ സെർജിയോ ലിബറ എന്ന ഒഡീഷയുടെ ജീനിയസ് ആയ കോച്ച് ഇവാൻ മുക്കുനോവിച്ച് എന്ന നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിനെതിരെ നടത്തിയ കൗണ്ടർ ടാറ്റിക്സിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹൈ പ്രസിംഗിലൂടെ ബോൾ റിക്കവർ ചെയ്ത് ആദ്യ മത്സരത്തിലെ പോലെ പൊസിഷൻ നിലനിർത്തി കളിക്കാമെന്ന മോഹം അവസാനിക്കുകയായിരുന്നു. അതായത് ലൊബേറ ഈ മത്സരത്തിൽ ഇവാനെതിരെ നടപ്പാക്കിയ ആദ്യത്തെ തന്ത്രം 4-3-3 എന്ന തന്റെ ഫോർമേഷനിലെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ജാഹു 2 സെൻറ്റർ ബാക്കുകളുടെ ഇടയിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങിയാലും ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആദ്യ മത്സരത്തിലെ പോലെ തന്റെ മിഡ്ഫീൽഡിലെയും ഡിഫൻസിലെയും എല്ലാ പ്ലേയേഴ്സിനെയും ബ്ലാസ്റ്റേഴ്സിന് മാർക്ക് ചെയ്യാൻ സാധിക്കരുത് എന്നൊരു കാര്യമാണ്. ഇതിനുവേണ്ടി ലൊബേറ ചെയ്ത ആദ്യത്തെ കാര്യം തന്റെ 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനെ മിഡ്ഫീൽഡിൽ മാക്സിമം വൈഡായി നിർത്തുക എന്നതാണ്. ജാഹുവിന് പുറമെയുള്ള 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ഇത്തരത്തിലൊരു സ്ട്രക്ചറിലേക്ക് മാറിയാൽ ആദ്യ മത്സരത്തിലെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ 2 സ്ട്രൈക്കേഴ്സും സെൻട്രൽ മിഡ്ഫീൽഡറായ ഡാനിഷും 3-man സെൻറ്റർ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ജാഹു അടക്കമുള്ള 3 പ്ലേയേഴ്സിനെ പ്രസ് ചെയ്താലും മിഡ്ഫീൽഡിലുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ മിഡ്ഫീൽഡറായ അസറിന് ഒറ്റയ്ക്ക് ഈ 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനെ മാർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫൻസിൽ നിന്നുള്ള പാസിംഗ് ഓപ്ഷനായി ഒഡീഷയുടെ സെൻട്രൽ മിഡ്ഫീൽഡ് ഏരിയയിൽ മിഡ്ഫീൽഡേഴ്സിന്റെ പാസിംഗ് ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ കളിയുടെ ആദ്യ നിമിഷങ്ങളിൽ ഒഡീഷയുടെ ഡിഫൻസിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന ജാഹുവിനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ഡാനിഷ് പതിയെ മിഡ്ഫീൽഡിൽ തന്നെ നിന്നുകൊണ്ട് അസറിന് സപ്പോർട്ട് നൽകി ഒഡീഷയുടെ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനെ മാർക്ക് ചെയ്ത് കളിക്കുവാൻ ആരംഭിച്ചു. ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് 2 സ്ട്രൈക്കേഴ്സ് മാത്രം പ്രസ് ചെയ്യുന്നതുകൊണ്ട് ജാഹു അടക്കമുള്ള 3-man സെൻറ്റർ ബാക്കിന് ബിൽഡപ്പ് സമയത്ത് ഡിഫൻസിൽ കൂടുതൽ സമയം ബോൾ പൊസിഷൻ നിലനിർത്താൻ സാധിച്ചു. ഇങ്ങനെ ഇത്തരത്തിൽ ഡിഫൻസിൽ കൂടുതൽ സമയം ബോൾ പൊസിഷൻ നിലനിർത്തി ബിൽഡപ്പ് നടത്താൻ സാധിച്ചത് കൊണ്ടാണ് ഫസ്റ്റ് ഹാഫിൽ ഏകദേശം 67% ബോൾ പൊസിഷൻ ഒഡീഷയ്ക്ക് നിലനിർത്താൻ സാധിച്ചത്. ഇങ്ങനെ ഇത്തരത്തിൽ ബോൾ പൊസിഷൻ നിലനിർത്തിക്കൊണ്ട് പതിയെ ബിൽഡപ്പ് അറ്റാക്കിങ്ങിലേക്ക് പോയ ഒഡീഷ ഗ്രൗണ്ടിന്റെ 2 ഫ്ലാങ്കിലൂടെയും 2 രീതിയിലാണ് അറ്റാക്കിംഗ് നടത്തിയിരുന്നത്. റൈറ്റ് ഫ്ലാങ്കിൽ കൂടുതലും റൈറ്റ് ബാക്കായ അമയ് ഗണേഷിനെ ഓവർലാപ്പ് ചെയ്ത് അറ്റാക്കിംഗ് തേർഡിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു ബിൽഡപ്പ് അറ്റാക്ക് ആയിരുന്നു. ഇങ്ങനെ അമയ് ഗണേഷിനെ ഓവർലാപ്പ് റൺ നടത്തുന്നതിനായി ഒഡീഷയുടെ ഡിഫൻസീവ് തേർഡിലെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ജാഹു അടങ്ങുന്ന 3-man സെൻറ്റർ ബാക്ക് മാക്സിമം ഡിഫൻസീവ് തേർഡിലെ റൈറ്റ് ഫ്ലാങ്കിനോട് ചേർന്ന് നിന്നുകൊണ്ട് റൈറ്റ് സെൻറ്റർ ബാക്കായ നരേന്ദ്ര ഗെഹ്ലോട്ടിനെ ഡിഫൻസീവ് തേർഡിലെ റൈറ്റ് സൈഡ് ഏരിയയിൽ കുറച്ച് അഡ്വാൻസ് ചെയ്ത് നിർത്തുമായിരുന്നു. ഇവിടെ റൈറ്റ് ബാക്കായ അമയ് ഓവർലാപ്പ് ചെയ്ത് മിഡ്ഫീൽഡിൽ എത്തിയാൽ റൈറ്റ് സെൻട്രൽ മിഡ്ഫീൽഡറായ പ്രിൻസിറ്റോണിൽ നിന്നും ബിൽഡപ്പിന് ഒരു സപ്പോർട്ട് ലഭിക്കുകയും ഒഡീഷയുടെ ഹാഫിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ഹാഫിലെത്തിയാൽ റൈറ്റ് വിങ്ങറായ റോയ് കൃഷ്ണയിൽ നിന്നും സ്ട്രൈക്കറായ മൗറിഷ്യയിൽ നിന്നുമുള്ള സപ്പോർട്ടും ലഭിച്ചിരുന്നു. ഇവിടെ ഒഡീഷയുടെ റൈറ്റ് ബാക്കായ അമയെ റൈറ്റ് ചാനലിലൂടെ ഓവർലാപ്പ് ചെയ്ത് റൈറ്റ് വിങ്ങിൽ എത്തിക്കുന്നതിനായി അറ്റാക്കിംഗ് തേർഡിൽ റൈറ്റ് വിങ്ങറായി കളിക്കുന്ന റോയ് കൃഷ്ണ പലപ്പോഴായും മിഡിൽ തേർഡിൽ ഇന്നർ ചാനലിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി അതിലൂടെ ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്കായ നവോച്ചയെ ട്രാപ്പ് ചെയ്ത് ഇന്നർ ചാനലിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് റൈറ്റ് ചാനൽ അമയ്ക്ക് ഓവർലാപ്പ് ചെയ്യാനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു.
കൂടാതെ മൗറീഷ്യ ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് സെന്റർ ബാക്കായ ലെസ്കോവിച്ചിനെ ഓവർലാപ്പ് ചെയ്തു വരുന്ന റൈറ്റ് ബാക്കായ ആമയെ ഡിഫെൻഡ് ചെയ്യുന്ന നവോച്ചയിലേക്ക് ഒരു സപ്പോർട്ട് പോവാതെ ഓഫൻസിലേക്ക് പുഷ് ചെയ്ത് സെന്റർ ബാക്ക് പൊസിഷനിൽ തന്നെ നിർത്തുവാനും സാധിച്ചിരുന്നു. ഒഡീഷ നടപ്പാക്കിയ ഈ കാര്യങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ഹാഫിലെ അവറേജ് പൊസിഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർവേഡുകളായ നിഹാലും ഡയമണ്ട് ഡക്കോസും അതുപോലെ വൈഡ് മിഡ്ഫീൽഡറായ ഐമനും സെന്റർ മിഡ്ഫീൽഡറായ ഡാനിഷും കൂടി ചേർന്നുകൊണ്ടൊരു സോണൽ ഏരിയ ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മിഡിൽ തേർഡിലെ ലെഫ്റ്റ് മിഡ്ഫീൽഡ് ഏരിയയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ 4 പ്ലേയേഴ്സിന്റെ കൺജസ്റ്റഡ് ആയ ഒരു ഏരിയ കാണുന്നത് ഒഡീഷയുടെ റൈറ്റ് ബാക്ക് എമയെ ഓവർലാപ്പ് ചെയ്യുന്നതിനായി ഗ്രൗണ്ടിന്റെ റൈറ്റ് സൈഡിൽ ചേർന്ന് നിൽക്കുന്ന ഒഡീഷയുടെ ഡിഫൻസിലെ ജാഹു അടക്കമുള്ള 3-man സെന്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ 4 പ്ലേയേഴ്സ് പ്രസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ നവോച്ച ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് തേർഡിലെ ലെഫ്റ്റ് ഫ്ലാങ്കിൽ വൈഡായി കാണുന്നത് പലപ്പോഴായി ഓവർലാപ്പ് ചെയ്തു വരുന്ന ഒഡീഷയുടെ റൈറ്റ് ബാക്കായ അമയെ ഡിഫെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ലെസ്കോവിച്ചിനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് തേർഡിലേക്ക് ഡ്രോപ്പ് ചെയ്തതായി കാണുന്നത് ഒഡീഷയുടെ അമയിലൂടെയുള്ള ബിൽഡപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രൈക്കറായ മൗറീഷ്യയെ മാർക്ക് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടും കൂടാതെ മൗറീഷ്യ ലെസ്കോവിനെ പുഷ് ചെയ്ത് ഡിഫൻസിൽ തന്നെ നിർത്തുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഇത്തരത്തിൽ റൈറ്റ് ബാക്കായ അമയിലൂടെ നടത്തിയ ഒരു അറ്റാക്കിങ്ങിലാണ് 57-ാം മിനിറ്റിൽ ഒഡീഷ വിജയ ഗോൾ നേടുന്നത്. അതായത് റൈറ്റ് ഫ്ലാങ്കിലൂടെ ഓവർലാപ്പ് ചെയ്ത് വന്ന അമയെ ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിലേക്ക് ക്രോസ് നൽകുകയും അത് ഡ്രിങ്കിച്ച് ക്ലിയർ ചെയ്ത് വീണ്ടും ത്രോയിലേക്ക് പോവുകയും ആ ത്രോയിൽ നിന്ന് വീണ്ടും അമയെ ക്രോസ് നൽകി അതാണ് റോയ് കൃഷ്ണ ഗോളാക്കി മാറ്റുന്നത്. ഇവിടെ റോയ് കൃഷ്ണയുടെ ഹെഡിങ്ങിന് മുമ്പ് അമയെ ത്രോയിങ് നടത്തിയ ശേഷം ബ്ലാസ്റ്റേഴ്സിലെ ഒരു പ്ലെയർ പോലും അമയെ ക്ലോസ് ഡൗൺ ചെയ്തില്ല എന്നത് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ വരുത്തിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. ഇനി ഒഡീഷയുടെ ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെയുള്ള അറ്റാക്കിങ്ങിലേക്ക് വന്നാൽ ബിൽഡപ്പ് അറ്റാക്കിങ്ങിനേക്കാൾ കൂടുതൽ ലെഫ്റ്റ് ബാക്കായ ജെറിയിൽ നിന്നും ലെഫ്റ്റ് സെന്റർ മിഡ്ഫീൽഡറായ പ്യൂട്ടിയിൽ നിന്നും ലെഫ്റ്റ് വിങ്ങിൽ വൈഡായി റൺ നടത്തുന്ന ഇസാക്കിലേക്കുള്ള ലോങ് ബോൾ ആയിരുന്നു കൂടുതലായി കണ്ടിരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെയുള്ള ഈ അറ്റാക്ക് എത്തരത്തിലാണ് ലോബേറോ നടപ്പാക്കിയെന്ന് നോക്കിയാൽ ഒഡീഷയുടെ ലെഫ്റ്റ് ബാക്കായ ജെറി പൂർണ്ണമായും ഓവർലാപ്പ് ചെയ്ത് വിങ് ഏരിയയിൽ എത്തിയിരുന്നില്ല. അദ്ദേഹം മാക്സിമം മിഡിൽ തേർഡ് വരെയാണ് റൺ നടത്തിയിരുന്നുള്ളൂ. ഇത് ശരിക്കും ലോബേറോ പ്രീതത്തിലേക്ക് വെച്ചൊരു ട്രാപ്പാണ്. അതായത് ജെറി അഡ്വാൻസ് ചെയ്ത് മിഡിൽ തേർഡിൽ എത്തുന്ന സമയം ഒഡീഷയുടെ ലെഫ്റ്റ് മിഡ്ഫീൽഡറായ പ്യൂട്ടിയ ജെറിക്ക് പുറകിലെ ഫ്ലാങ്ക് ഏരിയനോട് ചേർന്ന് വൈഡായി നിൽക്കുന്നതായിരിക്കും. ഇങ്ങനെ വൈഡായി നിൽക്കുന്ന പ്യൂട്ടിയിലേക്കാണ് റൈറ്റ് ഫ്ലാങ്കിൽ ബിൽഡപ്പ് നടക്കാത്ത സാഹചര്യങ്ങളിൽ സൈഡ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള പാസ് നൽകിയിരുന്നത്. ഇങ്ങനെ പാസ് പ്യൂട്ടിയിലേക്ക് എത്തുമ്പോഴേക്കും പ്യൂട്ടിയുടെ അടുത്ത പാസിംഗ് ഓപ്ഷനായ മിഡിൽ തേർഡിൽ ഫ്ലാങ്കിനോട് ചേർന്ന് നിൽക്കുന്ന ജെറിയെ പ്രീതം അഡ്വാൻസ് ചെയ്തു വന്ന് പ്രസ് ചെയ്യും. ഇത്തരത്തിൽ പ്രസ്സിംഗ് നടത്തുന്ന സമയം റൈറ്റ് വിങ്ങറായ റോയ് കൃഷ്ണയെ പോലെ മിഡിൽ തേർഡിലെ ഇൻസൈഡ് ചാനലിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന ലെഫ്റ്റ് വിങ്ങറായ ഇസാക്ക് പ്രീതത്തിന്റെ പുറകിലായ അറ്റാക്കിംഗ് തേർഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട സ്പേസിലേക്ക് റൺ നടത്തും. ഈ സമയം സെന്റർ മിഡ്ഫീൽഡറായ പ്യൂട്ടിയ ജെറിയിലേക്ക് പാസ് നൽകാതെ പ്രീതത്തിന്റെ പുറകിലായി വൈഡായി റൺ ചെയ്യുന്ന ഇസാക്കിലേക്ക് ലോങ് ബോൾ നൽകും. ഇത്തരത്തിൽ ലഭിച്ച ലോങ് ബോളിലൂടെ വളരെ ഡേഞ്ചറായ അറ്റാക്ക് സോളോ ആയിട്ടാണെങ്കിൽ പോലും ഇസാക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിലേക്ക് നടത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഹാഫിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അവറേജ് പൊസിഷൻ എടുത്ത് നോക്കിയാൽ കാണാം. ലെഫ്റ്റ് മിഡിൽ തേർഡിൽ നിൽക്കുന്ന ജെറിയെ ഡിഫെൻഡ് ചെയ്യുവാനാണ് സക്കായി ആണെങ്കിലും പ്രീതമാണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ കൂടുതലായി ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ പ്രീതത്തിന്റെ പുറകിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട സ്പേസിലേക്കാണ് ഇസാക്ക് റൺ നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ പ്രീതം അഡ്വാൻസ് ചെയ്തു വരുന്ന സ്പേസിലൂടെ ഒഡീഷ നിരവധി തവണ അറ്റാക്കിംഗ് നടത്തിയതോടുകൂടി ഇവൻ കളിയുടെ 74-ാം മിനിറ്റിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ പ്രീതത്തെ മാറ്റി സന്ദീപിനെ ഇറക്കിയത്. ഇവിടെ ഓവറോൾ അവറേജ് പൊസിഷനിൽ പ്രീതത്തിന്റെയും സന്ദീപിന്റെ പൊസിഷൻ നോക്കിയാൽ ഇവൻ എത്തരത്തിലുള്ള നീക്കമാണ് ഡിഫെൻഡിങ്ങിൽ നടത്തിയെന്ന് നമുക്ക് മനസ്സിലാവും. സന്ദീപ് ഇറങ്ങിയതിനു ശേഷം ഇത്തരത്തിലൊരു അറ്റാക്ക് റൈറ്റ് ഫ്ലാങ്കിലൂടെ ഒഡീഷയ്ക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സും ഒഡീഷയുമായിട്ടുള്ള അവസാന മത്സരത്തിൽ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സായ ഒഡീഷയുടെ ജാഹു ആയാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഡാനിഷ് ആയാലും ഒരുപാട് മിസ്പാസുകൾ കളിയിൽ ഉടനീളം നടത്തിയിരുന്നു. എന്നാൽ ഇതുകൊണ്ട് മാത്രം അവർ ഒരു മോശം പ്രകടനം കാഴ്ചവെച്ചെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഡാനിഷ് ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പലപ്പോഴായി മിഡ്ഫീൽഡിൽ മികച്ച ഇന്റർസെപ്ഷൻ നടത്തിക്കൊണ്ട് ഒഡീഷയുടെ ബോക്സിലേക്ക് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ ബ്ലാസ്റ്റേഴ്സ് എടുത്ത ആകെയുള്ള 8 ഷോട്ടുകളിൽ 4 ഡാനിഷിന്റെ വകയായിരുന്നു. ആ ഷോട്ടിൽ പറഞ്ഞ അമരേന്ദർ സിംഗിന്റെ മികച്ച സേവ് ഇല്ലായിരുന്നുവെങ്കിൽ ഗോളിൽ അവസാനിക്കേണ്ടതായിരുന്നു. ഇനി ഒഡീഷയുടെ ജാഹു ആണെങ്കിൽ AFC കപ്പ്, സൂപ്പർ കപ്പ് തുടങ്ങിയ എല്ലാ മത്സരങ്ങളിലും തുടർച്ചയായി കളിക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കും മാച്ചിൽ പൂർണ്ണ ഫിറ്റ് അല്ലാത്തതുപോലെയാണ് തോന്നിയത്. എന്നാൽ അദ്ദേഹം ഗ്രൗണ്ടിൽ നടത്തുന്ന ലോങ് ബോളുകളാവട്ടെ സെറ്റ് പീസുകളാവട്ടെ എല്ലാം ആക്യുറേറ്റ് ആയിരുന്നു. ജാഹു എടുത്ത 53-ാം മിനിറ്റിലെ കോർണറിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിനെതിരായ ആദ്യ ഗോളായ റോയ് കൃഷ്ണയുടെ ഹെഡർ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ISL തന്നെ ഏറ്റവും മികച്ച കോച്ചുമാരിൽ ഒരാളായ ലോബേറോയുടെ ഒഡീഷ ഇവന്റെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള 2ാമത്തെ മത്സരത്തിൽ വിജയം നേടിയത്. നെക്സ്റ്റ് വീഡിയോ ISLലെ നിലവിലെ ടോപ്പ് 4-ൽ നിൽക്കുന്ന ടീമിലെ ഒരു കോച്ചിന്റെ ടാക്ടിക്കൽ അനാലിസിസ് വീഡിയോ ആണ്. ഇത്തരത്തിലുള്ള മികച്ച കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ വലിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.